ഈ എംവിഡിൻ്റെ അടുത്ത് പോയപ്പോൾ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊരു പിന്നെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ, ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ പല ആളുകളും കണ്ട് അനുകരിക്കൂലേ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഫിലിംസ് കാണുന്നുണ്ട്, ഫിലിമിൽ എന്തൊക്കെ സംഭവങ്ങൾ കണ്ടു, അതൊക്കെ ഇപ്പം നമ്മളെ കുട്ടികൾ അനുകരിക്കും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവർ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആളോട് ചോദിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം കാണുന്നുണ്ട്, അതിൽ എത്ര കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, അത് കണ്ടിട്ട് നമ്മളെ മക്കൾ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കൊല്ലുമല്ലോ. 25 വയസ്സിലെ ലൈസൻസ് കിട്ടാന്നൊക്കെ പറയുന്നു, വല്ലതും അറിയുന്നുണ്ടോ? മറന്നാ മതിയായിരുന്നു, പ്രാർത്ഥിച്ചോ. ഈ ഒരു പിന്നെ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മിക്കവാറും ആദ്യം വരുന്ന കമന്റ് ഇതൊക്കെ ആരാ എന്നുള്ളൊരു സംഭവം ഇന്റർവ്യൂ കാണുന്നവർക്കുള്ളതോ, ഇതൊക്കെ ആരാ എന്ന് ചോദിക്കുന്നവർക്ക് ഞങ്ങൾ ചെറുതായിട്ടൊരു ചാനല് യൂട്യൂബിൽ ഐദൂസ് പപ്പ എന്നാണ്. എവിടെ പോയി കളിക്കാൻ നിങ്ങൾ? എത്ര നേരം നിങ്ങളെ വിളിച്ചു, ചെവിയും കേൾക്കൂല. ഇതൊക്കെ ആരാന്ന് ചോദിക്കുന്നവർ ഐദൂസ് പപ്പ എന്ന് സെർച്ച് ചെയ്താൽ ഞങ്ങളെ കാണാൻ പറ്റും. ഇത് എനിക്ക് പറയാനുള്ള മറുപടി ഉള്ളൂ. 20 ലക്ഷം ആളുകളില്ലേ ശരിക്കും ഐദുവിനെ ഫോളോ ചെയ്യാൻ അല്ലേ? 20 ലക്ഷം ആളുകൾക്ക് വേണ്ടിയിട്ട് ഐദു ഏത് പാട്ടാ പാടാൻ പോകുന്നേ? തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമുക്ക് വാനല്ലേ കണ്ണേ. ഈ ഐദു ഏതെങ്കിലും കണ്ടന്റ് പപ്പക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇടക്കിടക്ക് പറയലുണ്ട്. കണ്ടന്റ് കിങ് മോനാണോ? പക്ഷെ എടുക്കലില്ല. അങ്ങനെ ഇവിടെ അടുത്തുള്ളവർക്ക് അടി കൂടാനൊക്കെ പോവാറുണ്ടോ ഫ്രണ്ട്സുകളെ കൂട്ടിയിട്ട്? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. ഗുണ്ടയും കൂടെയാ അല്ലേ? ആ, എവിടെയാ പോയി തല്ലിയേ? നമുക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരാൾ മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു കുട്ടി, ചെറിയ കുട്ടി, കണ്ണൂരാണ്. അവൻ്റെ ഉപ്പ മരിച്ചു, ആക്സിഡന്റിൽ മരിച്ചു. എനിക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ ഉപ്പ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നേരെ അവരെ വീട്ടിലെത്തി, വീടിൻ്റെ തൊട്ടടുത്ത് എന്നിട്ടാണ് നമ്മൾ അവരെ വിളിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർക്കും ഞാൻ വ്ളോഗ് ഇട്ടുണ്ടായിരുന്നത്, അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ശരിക്കും ഈ കേസ് ക്ലോസ് ആയിട്ടില്ല? ഇല്ല, കേസ് സ്റ്റാർട്ട് ആയിട്ടില്ല. അവര് കോർട്ടിലേക്ക് വിട്ടിട്ടേ ഉള്ളൂ. ഇനി അവിടുന്ന് നമുക്ക് ലെറ്റർ വന്നാൽ നമ്മള് ഹാജരാവണം. അപ്പൊ എന്നാ നിങ്ങൾ എവിടേക്ക് കോർട്ടിലേക്ക് വിടുന്നു പറഞ്ഞിട്ട് എന്നാ വിളിച്ചേ? അതിപ്പോ കുറെ ആയി, ഒരു 6 മാസത്തിന്റെ മേലെ ആയി കാണും. അപ്പൊ ശരിക്കും എത്തേണ്ട ടൈം ആയില്ലേ അല്ലേ? എന്താ എനിക്ക് അതിനെ കൂടുതലായിട്ട് എനിക്കറിയില്ല. വരുമ്പോ അപ്പൊ നോക്കണം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഓക്കെ. 25 വയസ്സിലെ ലൈസൻസ് കിട്ടാന്നൊക്കെ പറയുന്നു, വല്ലതും അറിയുന്നുണ്ടോ? അല്ല, അത് നമ്മൾ പ്രൂവ് ചെയ്യും. അതെ, നമ്മൾ ചെയ്തില്ല എന്നുള്ളത് നമ്മൾ ചെയ്യുമല്ലോ അല്ലേ? മറന്നാ മതിയായിരുന്നു, പ്രാർത്ഥിച്ചോ. അതെ അല്ലേ? ശരിക്കും ഇതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം വീട്ടിൽ നിന്ന് ഉപ്പയൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു, ഇങ്ങനെയായിരുന്നു അവരുടെ പിന്നത്തെ അവരുടെ സപ്പോർട്ട്? വീട്ടിൽ വെച്ചുകഴിഞ്ഞാല് അങ്ങനെ ഒരു ഇതല്ല. ഞാൻ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടല്ലേ, അത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ ഒരു സമയത്ത് അല്ല, കാരണം പോലീസ് കേസ് പോലെ വരുന്നു, മോൻ 25 വയസ്സിലെ ലൈസൻസ് കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ മോന്റെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതില് പിന്നെ ഈ എംവിഡിൻ്റെ അടുത്ത് പോയപ്പോൾ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊരു പിന്നെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ, അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ പല ആളുകളും കണ്ട് അനുകരിക്കൂലേ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് തെറ്റാണ്, അതായത് ആ സംഭവം തെറ്റല്ല, തെറ്റ് ചെയ്തിട്ടില്ല. കാരണം ആ വീഡിയോ ഞാൻ എടുത്തു പോസ്റ്റ് ചെയ്തു എന്നുള്ളത് തെറ്റ് തന്നെയാണ്. അത് ഞാൻ ആളെടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്യാൻ പാടില്ല, സംഭവം ശരിയാണ്. പക്ഷെ അനുകരിക്കുക എന്ന് പറഞ്ഞത്, ഇപ്പം നമ്മൾ ഫിലിംസ് കാണുന്നുണ്ട്, ഫിലിമിൽ എന്തൊക്കെ സംഭവങ്ങൾ കണ്ടു, അതൊക്കെ ഇപ്പം നമ്മളെ കുട്ടികൾ അനുകരിക്കും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവർ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആളോട് ചോദിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം കാണുന്നുണ്ട്, അതിൽ എത്ര കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, അത് കണ്ടിട്ട് നമ്മളെ മക്കൾ നമ്മളെ കൊല്ലുമോ, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കൊല്ലുമല്ലോ. അപ്പോൾ ആ ഒരു സംഭവം നമ്മളെങ്ങനെ പോകണം എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുക. ശരിക്കും അത്തരത്തിലുള്ള കമന്റ്സ് കുറെ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ.
ആ ആ ഒരു വീഡിയോയിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ട് പറയുന്ന സംഭവമാണ്. നമ്മൾ അതിൽ ഫണ്ണായിട്ടും ഉണ്ട്. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സമയത്താണെന്നുള്ള, കാരണം ഒറിജിനാലിറ്റി കണ്ട് കാണുന്നവർക്ക് ആ വീഡിയോ പക്ക അവന് ഓടിക്കുന്നതായിട്ട് തന്നെയാണ് അതെ, ഞാനത് കണ്ടപ്പോഴും കരുതി ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും നല്ലതും ചീത്തയും പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മളതിനെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. ഇനിയിപ്പോ ഈ ഒരു പിന്നെ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മിക്കവാറും ആദ്യം വരുന്ന കമന്റ് ഇതൊക്കെ ആരാ എന്നുള്ളൊരു സംഭവം ഇല്ല. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, അതിലൊക്കെ കമന്റ്സ് വരും ഇതൊക്കെ ആരാ എന്നുള്ളൊരു സാധനം. ഞാനിതിലും അത് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ ഇതൊക്കെ ആരാ ഇന്റർവ്യൂ കാണുന്നവർക്കുള്ള കേട്ടോ, ഇതൊക്കെ ആരാ എന്ന് ചോദിക്കുന്നവർക്ക് ഞങ്ങൾ ചെറുതായിട്ടൊരു ചാനല് യൂട്യൂബിൽ ഐദൂസ് പപ്പ എന്നാണ്. ഇതൊക്കെ ആരാന്ന് ചോദിക്കുന്നവർ ഐദൂസ് പപ്പ എന്ന് സെർച്ച് ചെയ്താൽ ഞങ്ങളെ കാണാൻ പറ്റും. ഇത് എനിക്ക് പറയാനുള്ള മറുപടി ഉള്ളൂ. ശരിക്കും 20 ലക്ഷത്തിന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടി ഉണ്ടല്ലേ? 20 ലക്ഷം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ നമ്പർ അല്ല. 2 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 20 ലക്ഷം. അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? 20 ലക്ഷം ആളുകളില്ലേ ശരിക്കും ഐദുവിനെ ഫോളോ ചെയ്യാൻ അല്ലേ? അപ്പൊ എത്ര ആളുകളാണ് നോക്കിയിട്ടുണ്ടോ? അത്ര ആളുകൾക്ക് ശരിക്കും ഐദുവിന്റെ മുഖം എപ്പോഴും കാണുന്നില്ലേ അവര്? എന്റെ ഐദു ആ 20 ലക്ഷം ആളുകൾക്ക് വേണ്ടിയിട്ട് ഐദു ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഞാൻ പറഞ്ഞ പാട്ടൊക്കെ പാടിത്തരും. അത് കഴിയൂല അല്ലേ? ഏത് പാട്ട് ആള് പാടാലും ഒരു പാട്ട് എന്തായാലും പാടി തരണം. ഏത് പാട്ട് പാടി തരും? വാഴറ്റൂത്തെ പാട്ട് പഠിക്കുന്നു. വാഴയിൽ തന്നെ കിടക്കട്ടെ അല്ലേ? തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ മായല്ലേ കണ്ണേ നമ്മക്ക് വാനല്ലേ കണ്ണേ. അങ്ങനെയും പാടാം. കൂടെ പിറന്നവനല്ലേ ഹൃദയം മുറിയും മകനെ വിൺവാനും. അത്ര മതി. നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ചിലത് അവന്റെ ഒരു ഇംപ്രവൈസേഷൻ ആണെങ്കിലും കുഴപ്പമില്ലടാ, അടിപൊളിയായിട്ട് പാടി അല്ലേ? ആ സിനിമ കണ്ടപ്പോഴേ അതില് ഭയങ്കരമായിട്ട് ഒരു അച്ഛൻ മകന്റെ ഒരു സീനില്ലേ, ശരിക്കും നമുക്ക് സങ്കടം വരൂലേ? അപ്പൊ പപ്പേനെ തോന്നിയോ? അങ്ങനെ വന്നില്ല. അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കുട്ടിക്ക്. ഒരാളെ കയ്യിന്ന് കൊണ്ടുപൊട്ടിച്ചിനി, അത് പുറത്ത് നോക്കണ്ട്. അത് ആ അതായത് അതിലൊരു സീന് പോലെ ഒരാള് ഗുണ്ട് പൊട്ടിച്ചീനി കയ്യിന്ന്. എന്നിട്ട് കൈ എന്തായി? കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് ദിവസം മുറിഞ്ഞിരിക്കുന്നു. കുറച്ച് ദിവസമല്ല, ഒരു കൊല്ലം ഉണ്ടാവും. മുമ്പേ മുറിഞ്ഞില്ല. ഓന് കൈയിന്റെ ഇവിടെ കുറച്ച് കൊടുത്ത് മുറിഞ്ഞിട്ടില്ല, വീർത്തിട്ടുണ്ടെന്നല്ലേ ശരിക്കുള്ള സംഭവം? മുന്നല്ലേ നല്ല ഗുണ്ടൊക്കെ കയ്യിൽ നിന്ന് പൊട്ടിയ ഭയങ്കര സീനല്ലേ? ഗുണ്ട ക്യാപ്സ് ആണോടാ? ഗുണ്ട തന്നെയാണോ ശരിക്കും? വൈറ്റ് ഉപ്പായിട്ടെ ചെറുത് ചെറിയ ഗുണ്ടില്ലേ? ആ എനിക്കറിയില്ല, അത് കയ്യിൽ നിന്ന് നാലും പൊട്ടി. ശ്രദ്ധിക്കണ്ടേ അല്ലേ? ഞാൻ എറിഞ്ഞില്ല. ഓനോട് ഇവലൊക്കെ ചെങ്ങിമാരൊക്കെ പറഞ്ഞ് കയ്യിന്ന് പൊട്ടിച്ച. അപ്പൊ അവര് ഞാൻ കയ്യിന്ന് പൊട്ടിച്ച. അപ്പൊ എല്ലാരും വിചാരിച്ചെത്താരോ അവിടുന്ന് എറിയും പേടിയോണ്ട് കയ്യിൽ വെച്ചനെ പൊട്ടിച്ച്. ചെറിയ 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 കാര്യങ്ങളൊക്കെ അവര് ചെയ്യാറുണ്ട്. എന്റെ അവിടെ പശല്ലേ ഒരു ഭാഗത്ത് മറ്റേ വട്ടത്തിലുള്ളൊരു പശനോട് തേച്ചിട്ടുണ്ട്. അവിടെ അതിന്റെ സ്റ്റിക്കറില്ലേ അത് ഇത്തിരി പറഞ്ഞു തന്നില്ല, അവിടെ കൈ ഒട്ടി. അതെ, എന്നിട്ട് കൈ പൊട്ടി? പൊട്ടിയില്ല, നല്ല പൊട്ടേണ്ട പോലെ ആയി അല്ലേ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ. നിങ്ങൾ എന്ത് ചെയ്താലും അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാ പറയുന്നത് അല്ലേ? ഈ ഐദു ഏതെങ്കിലും കണ്ടന്റ് പപ്പക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഞാൻ ഇടക്കിടക്ക് പറയലുണ്ട്. കണ്ടന്റ് മോനാണോ? പക്ഷെ എടുക്കലില്ല. അതെന്താ അത് അല്ലേ? ഏത് കണ്ടന്റ് പറഞ്ഞപ്പോൾ ആ പപ്പ അത് എടുക്കാതിരുന്നു? ഒരു കണ്ടന്റ് പറഞ്ഞു ഞാൻ നോക്കട്ടെ നല്ലതാണെന്ന്, എനിക്ക് എടുക്കാലോ. കൊറേ കണ്ടന്റ് ഉണ്ട്. ഒരു കണ്ടന്റ് ആലോചിച്ച് പറഞ്ഞേ. ഞാൻ അന്ന് പറഞ്ഞ കണ്ടന്റ്, ഞാൻ സൈക്കിളിൽ വരെയായിരിക്കും. അപ്പം പപ്പ അവിടുന്ന് നടന്നു വരുമ്പോൾ ഞാനറിയാം പപ്പനെ വന്ന് കുത്തും. അപ്പോൾ പപ്പ എന്നെ ചീത്ത പറയണം. നല്ല കണ്ടന്റ് ആയിരുന്നല്ലോ, അതെടുക്കാനേ. നല്ല കണ്ടന്റേടാ, നല്ല രസമുണ്ട്. അതായത് മോൻ സൈക്കിളിൽ പോകുന്ന അറിയാണ്ട് കുത്തുന്ന നിങ്ങൾ ചീത്ത പറയുന്നത് സ്വാഭാവികം
എന്താ പപ്പ എടുക്കാതിരുന്ന ആ കണ്ടന്റ്? പറഞ്ഞുതരലുണ്ട്. അപ്പം അതിന് ചില ഭാഗങ്ങളൊക്കെ ഇതിൽ കൂട്ടലുണ്ട്. പക്ഷെ ചിലപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെയാണ് കണ്ടന്റ് ഒക്കെ വരിക. കാരണം ഞങ്ങള് എന്തെങ്കിലും സംസാരിക്കുമ്പോ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ ഇവനും ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുക. ആ ഒരു ഇപ്പൊ ഇന്നലെ ഞങ്ങൾ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവനും എന്റെ ഫ്രണ്ട്സും കളിക്കുമ്പം പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്ത ഒരു സംഭവമാണ് ഞങ്ങൾ ഇന്നലെ എടുത്തത്. അങ്ങനെയൊക്കെ തന്നെ. ഫ്രണ്ട്സിനെ കൂട്ടി വന്നതായിരുന്നു അത്? ആ വീഡിയോ ഏതായിരുന്നു? പോസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. എന്തോ നിങ്ങൾ ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ട്സുകളെ കൂട്ടി വരുന്നുണ്ടല്ലോ, തല്ലാൻ വരുന്ന പോലെ. അത് കണ്ടന്റാ? അതായത് പപ്പ എന്തോ പറഞ്ഞത് കേട്ടില്ല അല്ലേ? അതന്നെയല്ലേ കാർ ഓടിക്കുക? എന്തായിരുന്നു അത്? ഒരുപാടുണ്ട്. അത് കണ്ടന്റ് ഉണ്ടല്ലോ അതില്. പപ്പ എന്തോ പറഞ്ഞപ്പോ കേക്കാനിട്ട് ഇത് പുറത്തു പോയിട്ട് ഇതിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് വരുന്നില്ലേ പപ്പനെ തല്ലാൻ? മറ്റേ കാർമ കയറിയിരിക്കുന്ന വീഡിയോ. റെഡ് കളർ അല്ലേ ഇത്, മെറൂൺ. അത് ആരുടെ കണ്ടന്റാ? അത് ആരുടെ കണ്ടന്റ് ആയിരുന്നു? പപ്പന്റെ അല്ലേ? അത് അടിപൊളി കണ്ടന്റ് ആയിരുന്നു അല്ലേ? ശരിക്കും അങ്ങനെ ഫ്രണ്ട്സിലേക്ക് കെട്ടി വലിക്കുന്ന കണ്ടന്റ് അല്ല MVD വന്ന്? അല്ല കയറിട്ടിട്ടേ കന്നുകാലിനെ വലിക്കണ പോലെ വലിക്കണ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരുടെ കണ്ടന്റാ? അത് പപ്പന്റെ കണ്ടന്റ് തന്നെ. ഈ ഫ്രണ്ട്സുകളെ കൂട്ടി പപ്പേനെ തല്ലാൻ വന്ന പോലെ വന്നില്ലേ? അങ്ങനെ ഇവിടെ അടുത്തുള്ളവരുടെ അടി കൂടാനൊക്കെ പോവാറുണ്ടോ ഫ്രണ്ട്സുകളെ കൂട്ടിട്ട്? കഴിഞ്ഞ പ്രാവശ്യം ഗുണ്ടയും കൂടെയാ അല്ലേ? എവിടെയാ പോയി തല്ലിയേ? വീട്ടിൽ പോയൊക്കെ തല്ലി. അടിയാണപ്പോ? ഫുൾ ടൈം അടിയാണ് അല്ലേ? ഇനി അടിക്കണ്ട കേട്ടോ, പാവല്ലേ. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ നടന്മാരൊക്കെ തീരെയും അടിക്കണ്ട. ഓക്കെ ആണോ? ഇപ്പൊ കുറേ നേരമായിട്ട് നമ്മൾ അയിനുവിന്റെ എന്താ പറയാ കൂടെ ഉള്ളവരെ പറ്റി പറയുന്നത് അല്ലേ? അതിന്റെ ഫ്രണ്ട്സിനെ പറ്റി പറയുന്നത്. പേര് മാറുന്നുണ്ട്. ഐതുന്നല്ലേ ഞാൻ വീണ്ടും പറഞ്ഞേ? എനിക്ക് അങ്ങനെ ഒരു പേര് കയറിയ പിന്നെ പോവില്ല. അതന്നെ ഞാൻ അങ്ങ് പറഞ്ഞോണ്ടെങ്കിരിക്കൂ. അതില് വേറൊന്നും ഉണ്ട് കേട്ടോ, നിങ്ങളെ മാത്രല്ല, അത് ഒരുപാട് ആൾക്കാരുണ്ട്. ആദു പിന്നെ അതേപോലെ അയിനു, പിന്നെ വേറെന്താ? എനിക്ക് ആദ്യം മുതലേ ഉള്ള ഒരു മിസ്റ്റേക്ക് അത്. ഞാൻ ആർട്ടിസ്റ്റുകൾ അവരുടെ പേര് മാറി വിളിക്കാറുണ്ട്. ധ്യാന വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രോളൊക്കെ ഉണ്ട് എനിക്ക്. ശരിക്കും മോൻ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതുണ്ട് പപ്പേനെയും. ഓക്കെ. അപ്പോൾ ഈ ഒരുപാട് ആളുകളുടെ സ്നേഹം നമ്മൾ ശരിക്കും വീഡിയോസിലൂടെ മാത്രമേ കാണുന്നുള്ളൂ. നേരിട്ട് അറിയുന്ന അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ട്. ഇപ്പം വീട്ടിൽ വരലുണ്ട് ഒരുപാട് ആളുകൾ. ഇപ്പോൾ പുറത്തൊക്കെ വിദേശത്തൊക്കെ ഉള്ളവർ ഒക്കെ ഫുൾ ടൈം വീഡിയോയിലാണല്ലോ കാണും നമ്മളെ. പക്ഷേ അവർ നാട്ടിലെത്തുന്ന സമയത്ത് ഇവിടെ വരും. ചിലപ്പോൾ നമുക്ക് മെസ്സേജ് ആക്കിയിട്ട് എവിടെയെന്നൊക്കെ ലൊക്കേഷൻ ചോദിച്ചിട്ട് വരും, അല്ലെങ്കിൽ പിന്നെ തേടി പിടിച്ചിട്ട് അന്വേഷിച്ച് പിടിച്ച് വരും. അങ്ങനെ വന്നിട്ട് അങ്ങോട്ടേക്ക് പോകും. ഇതിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകും. ഒരാള് നമുക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി, ചെറിയ കുട്ടി, കണ്ണൂരാണ്. അവൻ്റെ ഉപ്പ മരിച്ചു, ആക്സിഡൻറ്റിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഉമ്മ മെസ്സേജ് അയച്ചു. അപ്പം ഇതിനെ കാണണമെന്നുണ്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ മലപ്പുറത്താണ്, ഒരുപാട് ദൂരാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ ഉപ്പ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. കാരണം അവനിപ്പം ഈ സുന്നത്ത് കഴിച്ച് കിടക്കുക. അപ്പോൾ ഒന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ മെസ്സേജ് അയച്ചത്. അപ്പോൾ തന്നെ ഉപ്പ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നെഗറ്റീവായിട്ട് റിപ്ലൈ കൊടുത്തു. ഞങ്ങൾ ഇത്ര ദൂരത്തല്ലേ, എനിക്ക് എങ്ങനെ വരാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തു. പിന്നെ ഞാൻ അവരെ ഇതൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ അങ്ങനെ ചാറ്റ് ചെയ്തു, ഞാൻ ഡീറ്റെയിൽസ് എടുത്തു. ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ട് ഇങ്ങനെ എടുത്തു. പിന്നെ ഞാൻ കണ്ണൂരുള്ള നമ്മളെ ഫ്രണ്ട്സിനെ കേട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇവരെ അഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ അവർക്ക് അവിടെ പോയി. ഞാൻ സർപ്രൈസ് ആയിരുന്നു അവർക്ക്, സർപ്രൈസ് ആയിട്ട് പോയി. നേരെ അവരെ വീട്ടിലെത്തി. വീടിൻ്റെ തൊട്ടടുത്ത് എന്നിട്ടാണ് നമ്മൾ അവരെ വിളിക്കുന്നത്, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർക്കും ഞാൻ വ്ളോഗ് ഇട്ടുണ്ടായിരുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷമായത്. അവരൊട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ? അത് കാരണം അവര് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് വരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അത്ര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കല്ലോ. മോനെന്ന് ഇവന്റെ ഇവനേക്കാൾ ഒരു വയസ്സ് കുറവാണ്. അപ്പോൾ ഒരു ഉസ്താദായിരുന്നു അത്. അവരിങ്ങനെ മരിച്ചു, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അവനിങ്ങനെ മെസ്സേജ് അയക്കും വരുമോ എന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ പോയിട്ടുണ്ട്. അത് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങളോടക്ക് വരുമോ എന്ന് വെച്ചിട്ട് അങ്ങനെയും വരുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് പോകാൻ സമയമില്ല അല്ലേ? എല്ലാത്ത വീട്ടിലേക്കും പോവോ? വിളിക്കുന്നവരടുത്തേക്കൊക്കെ പോകും സമയം നോക്കിട്ടല്ലേ? ഈ ഗിഫ്റ്റ് ഒക്കെ ആരെങ്കിലും തരുമോ? ഇവന് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല, ഇവന് പുറത്ത് പോകണം. അത് ഞാൻ പോകണേ എൻ്റെ കൂടെ പോരണം, അല്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോകണം. ശരിക്കും എന്താ ചെയ്യുന്നേ?
എനിക്ക് ഷോപ്പുണ്ട് ഇലക്ട്രിക്കലിന്റെ. ഓക്കെ, ഇവിടെ തന്നെയായിരിക്കും. ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ പിന്നെ സ്വന്തം ഷോപ്പാണോ? ആ. പിന്നെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി വന്നാൽ മതിയല്ലോ, മുതലാളിയാണല്ലോ അല്ലേ? അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഷോപ്പ് പോലെ ഉപ്പ കേട്ട ഷോപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഉപ്പ കേട്ട ചിലപ്പോ ചീത്ത പറയും. ഷോപ്പിൽ ഞാൻ പോകല് വളരെ കുറവാണ്. അതെ അല്ലേ? ശരിക്കും ആരുടെ ഷോപ്പാ? ഉപ്പേന്റെ ആണോ മോന്റെ ആണോ? ഉപ്പന്റെ ആണ്. പിന്നെ നിങ്ങളെടുത്ത് തന്നു അല്ലേ? ഇനി ഐദുന് കൊടുക്കോ? അല്ല, ഇനി ഐദുന് ഒരു ഇതിനെ ഞാൻ ഷോപ്പിലിരുത്താനല്ല ഉദ്ദേശം. എന്താ ശരിക്കും ഇതൊക്കെ ശരിക്കും എന്റെ ഉപ്പ കേട്ട ചിലപ്പോ അതിനേക്കാളും എന്താ പറയാ ഇന്നെങ്ങനെ നിർത്താനാവില്ല ചിലപ്പോ ഉപ്പ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മള് വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഞാൻ ഇപ്പോഴും ഓർത്തിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവന് ഫസ്റ്റ് വാങ്ങിയ സൈക്കിൾ ഇവൻ അകത്തു കൂടിയാണ് ഓട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവനൊരു ദിവസം ഞാൻ പിന്നെ രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ ഉപ്പ ഭയങ്കരമായിട്ട് എന്നോട് ചീത്ത പറഞ്ഞു. സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നോ അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര ഷോട്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സൈക്കിളിൽ പിന്നെ മീൻകാർ പോണ മാതിരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. ഇപ്പം തന്നെ വീഡിയോയിൽ ഇതൊക്കെ ഇതാക്കിയിട്ടാണ് ഭയങ്കര ഷൗട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്താ സംഭവം, ഞാൻ അപ്പോൾ അതിന് മാത്രമൊന്നും ചെയ്തില്ലല്ലോ, വീഡിയോ എടുക്കാൻ. ഉപ്പാക്ക് സത്യം പറഞ്ഞാൽ അന്നൊന്നും വലിയൊരു ഇഷ്ടമല്ലായിരുന്നു, അറിയില്ലായിരുന്നു ഇതിനെ പറ്റി. ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഫസ്റ്റ് കിട്ടിയ പ്ലേ ബട്ടൺ, നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ, അത് ഞാൻ നേരെ എടുത്തിട്ട് ഉപ്പ ഒരു പൊളിറ്റിക്കലേക്ക് അത്യാവശ്യം 2021 ഇവിടെ നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉപ്പാനെ കാണാൻ ഇവിടെ വരും. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ അത്യാവശ്യം ഹോൾഡുള്ള ആളാണ്. അപ്പം ഇവിടെ വരും. അപ്പോൾ ഇനി മിനിസ്റ്റർമാർ വന്നിട്ടുണ്ട്, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിലാണ് എല്ലാവരും ഇരിക്കുക വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് അന്ന് തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ പ്ലേ ബട്ടൺ അത് ഈ റൂമാണ്, അത് ഇതിനകത്ത് വേണമെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് കിട്ടിയ സിൽവർ ഇവിടെ വെച്ചു, ഗോൾഡൻ കിട്ടിയപ്പോൾ അതും ഇവിടെ വെച്ചു. വരുന്നവരൊക്കെ നേരെ വന്നു കഴിഞ്ഞാൽ ഇത് നോക്കും, ആരവിടെ യൂട്യൂബർ അങ്ങനെ ചോദിച്ച സമയത്ത് പിന്നെ ഉപ്പാ ഇതെന്തോ ഒരു സംഭവമാണ്. അതെ, മനസ്സിലായി ഇതിൽ എന്തോ ഉണ്ടെന്ന്. ഇന്നലെ വന്ന കുട്ടികളില്ലേ, അപ്പോൾ മോളിനോട് ചോദിക്കാണ്, ഞാൻ അവിടെ 3 കുട്ടികളുണ്ട്. പക്ഷെ ഓൾറെഡി ആ കുട്ടി ചോദിച്ച്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടി പ്ലേവോടെ തൊട്ടില്ല. തൊട്ടോ അതിമ തൊട്ടിട്ടാ പറയും. അയച്ചോടോ പാവം അല്ലേ? അതിന്റെ ഒരു എന്താ പറയാ, ഒരു സ്വപ്ന സാക്ഷാത്കാരം അങ്ങനെ തന്നെയല്ലേ പറയാ. ഞങ്ങളെ പഞ്ചായത്തില് ആദ്യത്തെ ഗോൾഡ് ബട്ടൺ എനിക്കാ. മക്കളെ വേറെ പുറത്തത്തെ എനിക്കറിയില്ല, പഞ്ചായത്തിൽ ധൈര്യമായിട്ട് പറയാം. പഞ്ചായത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് അങ്ങള് അറിയോ? അപ്പോ എന്തേലും ഏതാ അവര് മീൻസ് ഉപഹാരമൊക്കെ തരാറുണ്ടോ നിങ്ങൾക്ക് വിളിച്ചിട്ട്? പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ ഇങ്ങനെ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ശരിക്കും? അപ്പൊ നാട്ടില് വലിയ പ്രമുഖരാ? ഫാമിലിയിലുള്ളൊരു ഞങ്ങളൊരു ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് അത്ര ഒരു സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പൊ പിന്നെ സപ്പോർട്ട് ഇല്ലെങ്കിലും എന്തോ ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായി അല്ലേ? കാരണം നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ആണെന്നുള്ള ഇപ്പൊ പിന്നെ എല്ലാവർക്കും എൻ്റെ കുടുംബമാണ്. അതായത് കുറച്ച് അകന്ന കുടുംബമാണെങ്കിൽ പോലും ഞങ്ങള് കുടുംബമാണ്, അല്ലെങ്കിൽ മുത്തമ്മാന്റെ മരുമോൻ അവിടെ കുടുംബം, ആ ഒരു ടച്ച് എല്ലാവർക്കും ഒരു ഇതായി അല്ലേ? പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തില്ല. എനിക്ക് എൻ്റെ ഐദുനെ അങ്ങനെയല്ല കാണണ്ടേന്ന് പറഞ്ഞില്ലേ? അതായത് ഒരു ഷോപ്പിലല്ല ഐദുനെ കാണണ്ടേന്ന്. ശരിക്കും ഐദുനെ എങ്ങനെയാ കാണണ്ടേ? അപ്പൊ അല്ല, അവൻ എന്താണെന്നുള്ളത് അവൻ തീരുമാനിക്കുക, അത് അവന് വിട്ടുകൊടുക്കും. കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ പഠിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് കാര്യമില്ലല്ലോ, നമ്മളൊരാളെ ഫോഴ്സ് ചെയ്തിട്ട്. അപ്പം എന്താവണം എന്നുള്ളത് അവന് വിട്ടുകൊടുക്കും. ഒരു ബിഗ് സ്ക്രീനിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിടും. ഞാൻ എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മോശമാക്കൂല അവൻ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം അത് ഞാൻ ഏകദേശം ഒരു 800-ലധികം വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതിൽ കണ്ട ഒട്ടുമിക്ക ആളുകളും സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അല്ല, അതിനൊരു നടനാക്കാൻ അതാണോ ആഗ്രഹം ശരിക്കും? ആവണം എന്നാണ്. പ്ലസ് അത് ഒരു നടൻ എപ്പോഴും നടനായിട്ട് ഇരിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഔട്ട് ആവാം, ചിലപ്പം കയറി പോവാം ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ബിഗ് സ്ക്രീനിൽ മോനൊന്ന് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അതിനോന് എന്താവണം എന്ന് ആഗ്രഹം വലുതാവുമ്പോ? എന്തായാലും മതി. അപ്പൊ കുഴപ്പമില്ല, എന്തെങ്കിലും ആക്കാം. ഇപ്പൊ നമ്മൾ ഐദുന്റെ കുറെ ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞില്ലേ അല്ലേ? ശരിക്കും പപ്പേന്റെ ഫ്രണ്ട്സ് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ? പപ്പേന്റെ ഫ്രണ്ട്സിനെ പറ്റി ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് തോന്നൂലേ? നമുക്കിനി പപ്പന്റെ ഫ്രണ്ട്സിനെ പറ്റി ചോദിക്കാം അല്ലേ? പപ്പന്റെ ഫ്രണ്ട്സിനെ അവനറിയില്ല. ആരൊക്കെയാ പപ്പന്റെ ഫ്രണ്ട്സ്? കൊറേ ഉണ്ട്. ഒരാളുടെ പേര് പറഞ്ഞോളൂ. കൊറേ ആൾക്കാരുണ്ട്. അറിയണ പോലെ പറഞ്ഞു കൊടുക്കും. 2 ആളുടെ പേര് മാത്രം പറഞ്ഞ് ബാക്കിയുള്ളൊരു അടി കിട്ടും പപ്പക്ക്. പറ.
നിഫയിലൊക്കെ മറന്നു ഞാന്. ചെമ്മേ ഇതിപ്പോ വല്ലാത്തൊരു പ്രശ്നമാവുമല്ലോ അല്ലേ? എന്തായാലും ഫ്രണ്ട്സ് പെട്ടെന്ന് കുട്ടിക്ക് ഓർമ്മ ഇല്ലാഞ്ഞിട്ടാ. ശരിക്കും ഇവിടെയുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാ? ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും നല്ല സപ്പോർട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടിങ് ഞങ്ങളൊരു ഉൾഗ്രാമം ആയതുകൊണ്ട് ആർക്കും അറിയില്ലായിരുന്നല്ലോ. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റവന് അവനെ കളിയാക്കുക, മറ്റവനെ വിളിച്ചു കഴിഞ്ഞാൽ അവനെ കളിയാക്കുക. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തുടക്കം മുതൽ, അതായത് ടിക്ടോക്കുള്ള ആ സമയം മുതലേ എല്ലാവരും എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരാളെ വെച്ചിട്ട്. അതുകൊണ്ട് ആർക്കും അത് കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല അതല്ലേ. ഇപ്പോഴും വിളിച്ചാൽ വരും കേട്ടോ. ഞാനും ഇവനുള്ള കണ്ടന്റാണ് അധികം ഉള്ളത്, എങ്കിലും ബാക്ക് സപ്പോർട്ട് വേണം. ഇപ്പൊ പ്ലേ ബട്ടന്റെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, എത്ര പേര് അതിലുള്ളതാ ഫുൾ ഫ്രണ്ട്സ്. അപ്പൊ എല്ലാരും കേട്ടിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും നല്ല റോളുവാ. അങ്ങനെ വിളിച്ചാൽ എല്ലാവരും വരും. പിന്നെ ഇപ്പം എല്ലാവർക്കും ജോലിയും അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ. പിന്നെ ഒരുപാട് ആളുകൾ ഗൾഫിലാണ്, എല്ലാവരും വർക്കിനൊക്കെ പോയി തിരിച്ചെത്തണമെങ്കിൽ എന്തായാലും രാത്രിയാവും. നമ്മളെ ഷൂട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് സ്കൂൾ തന്നിട്ടുള്ള ടൈമാണ്. അതെ 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 അതെ. ഓക്കെ, ഇവിടെ ഐദുവിന്റെ ഫ്രണ്ട്സ് ജനലൊക്കെ അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിളിക്കായിട്ട് ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ഓക്കെ, അതിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോവാ. അപ്പൊ ഇതാണ് നമ്മുടെ ഐദുവിന്റെ ഫ്രണ്ട്സ്. ഒരു ഹായ് പറഞ്ഞ എല്ലാരും. ഞങ്ങള് വീഡിയോ എടുക്കുമ്പോ ആരാ ഈ ജനൽ വന്ന് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരുന്നേ? തള്ളി തുറന്നതാരാ? ഇവര് 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 അല്ലേ? ആ ഓക്കെ ഓക്കെ. പേരെന്താ? പേര് അയാഷ്. പേര് അതി. അതിന്റെ ഐദു. ആദി, അമൻ, നാഫി. ഈ രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് അറിയാം കേട്ടോ. കാരണം നമ്മുടെ ഇന്റർവ്യൂവിൽ ഇടയ്ക്ക് കയറി വന്ന രണ്ട് ആൾക്കാരാണ്. ആരാ കയ്യിൽ നിന്ന് ഗുണ്ട് പൊട്ടിച്ചാള്? ആ പൊന്തിക്കൂ, കൈ പൊന്തിക്കൂ, കാണട്ടെ ഇത്. ഓക്കെ, ഇനി സൈക്കിൾ കൊണ്ട് കാറിൽ ഇടിച്ച ആളാരാ? അതാ ഇവിടെ. അതെ, കാറുകാരന്റെ മിസ്റ്റേക്ക്. കയ്യിൽ നിന്ന് കാണിച്ചോട്ടെ. ഇവിടെ ഇവിടെയൊക്കെ കുറച്ച് അവിടെ ഇവിടെ പെയിന്റ് പോയിട്ടുണ്ട്. അപ്പുറത്തോ കാലിൽ അത്രേ പറ്റുള്ളൂ. അതെ അല്ലേ? ശരിക്കും നമ്മുടെ ഐദു എങ്ങനെയാ ആള്? അതൊന്ന് പറഞ്ഞു തന്നെ. ഇൻഫ്ലുവൻസർ, പിന്നെ യൂട്യൂബർ. ഇടയ്ക്കിടയ്ക്ക് എവിടെ പോവാണെങ്കിലും കളിയാക്കലുണ്ട്. പിന്നെ വേറൊരു നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി. ഇവിടെ മദ്രസയിൽ എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചപ്പോ അവിടെ ഉണ്ടപ്പോ ഉണ്ട്. എത്ര എണ്ണം? അപ്പ ഇത് വല്ലതും അറിയോ? എന്റെ അടുത്ത് വന്ന് ആദ്യം പറഞ്ഞിരുന്ന കാര്യം അതല്ലേ? ശരിക്കും ഇത് എങ്ങനെയാ? ഗേൾസ് നല്ല കുട്ടിയാണോ? നാണോ? അല്ല, ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഇവന്. ഇതിന് കൊറേ ഉണ്ട്. ഇല്ല, ഒന്നും അറിയില്ല. എന്തിനാ പോകുന്നത്? ഞങ്ങളെ ഉസ്താദ് എന്ത് ചെയ്താലും അപ്പം ചൂടനാ. ഇവന് ഇതൊക്കെ ഉസ്താദ് കാണും, കേട്ടിട്ടുണ്ടോ? തലവേദനയാണ് കടന്ന് കാണുന്നൊരു ഉസ്താദ് അങ്ങനെ ആളല്ല, അങ്ങനത്തെ ഒരാളെയല്ല. ഇവൻ തലവേദനയാണ് കടന്ന് കടന്ന് ആ ഉസ്താദ് വരെ വെക്കാറ്. ഇത് ഞാനൊരു കാര്യം ചോദിച്ചു. അല്ല, ഇന്നലെ ഞങ്ങള് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പം ബിരിയാണി ഒക്കെ വാങ്ങി കഴിച്ചു. അതില് ഇവൻ പറഞ്ഞ് ഇവനൊക്കെ അല്ലേ 1ാം ക്ലാസ്സിലുള്ള സാർമാരൊക്കെ അവിടെ സ്കൂളിൽ ചാടി. എന്നിട്ട് സ്കൂളിന്റെ ഗേറ്റ് അടി ചാടി. ഇതൊക്കെ ഇടണോ? ഇതൊക്കെ ഇട്ട് നാളെ നീ സാറോട് അടി കിട്ടുമ്പോ ഞങ്ങളെ പറയോ? അത് എടാ, LP നിങ്ങൾ ഇങ്ങനെയാണെങ്കില് ഇനി UP, ഹൈസ്കൂള്, കോളേജ് ഒക്കെ എന്താ? അതുപോലെ ഇതാക്കിയ അവിടെ സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാല് പ്രിൻസിപ്പളിന്റെ റൂം, അവിടെ ഫുള്ള് തല്ലേനി. അപ്പൊ കുറച്ച് സമയം നോക്കിയാണ്ട് ഇവനെ പിടിച്ചു അല്ലേ? ഓക്കെ, എന്തായാലും ഇതൊക്കെ ടീച്ചർമാര് കാണും, നാളെ വന്ന് ചോദിക്കും. അപ്പൊ ഇന്നെ പറയരുത്, കേട്ടിക്കുന്നോ? പക്ഷെ എന്നാലും ഇവനെ മൂർക്കിയാണ് സ്കൂളിലേക്ക് ചേർന്നത്.
ഞാനേ പോലും ഇവരിങ്ങനെ ആക്കുന്നേടാ. നിങ്ങളോട് ഞാൻ പറഞ്ഞു സ്കൂളൊക്കെ എടുത്ത് ചാടാൻ, മതിലെടുത്ത് ചാടാൻ ഞാൻ പറഞ്ഞു. സ്കൂൾ കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞോ? ഉസ്താദിനെ പറ്റി കുറ്റം പറയാൻ ഞാൻ പറഞ്ഞോ? ഇന്നെ ചുറ്റി പറഞ്ഞു. ഇന്നെ പറ്റി എന്ത് കുറ്റായി പറഞ്ഞു? ഇന്നെ പറ്റി എന്ത് കുറ്റാ പറഞ്ഞു? എടാ എന്റെ മുഖം എഴുതി നോക്കടാ, പുട്ടി ഉണ്ടോ നോക്കടാ. അതേപോലെ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റ് അത്രേ ഉള്ളൂ. തെറ്റൊക്കെ പറ്റിട്ടല്ലേ? മനുഷ്യരല്ലേ പിള്ളേ. അതെനിക്കറിയില്ല, എനിക്ക് വയ്യടാ അതുകൂടി പറഞ്ഞു പോവാൻ. ഉസ്താദിനെ പറ്റിയൊക്കെ നീ പറഞ്ഞോ? ഞാൻ പറയില്ല. ഓക്കെ, അപ്പൊ ഈ യൂട്യൂബിൽ അഭിനയിക്കാൻ നിങ്ങളെയൊക്കെ വിളിക്കാറില്ലേ? ഇഷ്ടാണോ? ഓ, എന്തോ ഒരു ഡിമാൻഡ്. ദിവസം ദിവസം വിളിക്കും, ഞാൻ കട്ട് ചെയ്യും. അതെ, കളിച്ചാണ് നല്ല രസമുണ്ട് സംസാരം കേൾക്കാൻ. ഓക്കെ, സംസാരം അല്ലെങ്കിൽ ഭയങ്കര കോമഡിയാ. അത് ശരിയാ, ഭയങ്കര രസമുണ്ടടാ. ഇനിയിപ്പൊ നിങ്ങള് വിളിക്കൂലേ? അതെത്ര സീരിയസ് ഇവൻ? നീ പഞ്ച് പാവാണ്. വിളിച്ച അപ്പനോട് പോവും. എന്താ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങള് വ്ലോഗ്സ് ഒക്കെ എല്ലാരും ചെയ്യണം അല്ലേ? അപ്പൊ ഇതിന്റെ പപ്പനെയും കൂടി വിളിക്കാല്ലോ. അപ്പൊ എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ മേയിച്ചടക്കാൻ കുറച്ച് പ്രയാസം, അത് മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.